റൂം ഡെക്കറേറ്റ് ചെയ്ത് വരുന്ന ഫസ്റ്റ് നൈറ്റൊക്കെ ആഘോഷിച്ചിട്ട് അങ്ങനെയുണ്ട്. അരയേറി കിടന്ന് ഉറങ്ങി. ഞാനും അപ്പും കൂടെ ഇവിടെ കിടന്നു. നിങ്ങൾക്ക് വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം. ഞങ്ങളെ ഫസ്റ്റ് നൈറ്റ് അല്ല, കണ്ടാ ഇവർ രണ്ടുപേരുടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചത്. മാളും ഹരിതയും കൂടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇവര് റൂമൊക്കെ അടച്ച് പൂട്ടി ഇതാ പെട്ടിയൊക്കെ എടുത്ത് താഴെ വെച്ച് അതായത് ഇറക്കി വിട്ട് ഇപ്പിച്ച് തലക്കിന്നാവും നാളെ. കട്ട കൊതിയേറ്റാണ് ഞാൻ നിന്നത്. ഗൈസ് ഞാൻ കാണിക്കാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഗ്ലാമി ഗാങ് ആണ് ടോപ്പിക്. സോ താല്പര്യമുള്ള ആളുകൾ മാത്രം കണ്ടാൽ മതി, അല്ലാത്തവർക്ക് ഇപ്പം തന്നെ ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നിങ്ങൾക്ക് തൊട്ട് പുറകെ തന്നെ നമ്മൾ മറ്റു പല വീഡിയോസും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്ലാമി ഗാങ് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് നൈസായിട്ട് ഗ്ലാമി ഗാങ് ഏറി പോയിട്ടുണ്ടായിരുന്നു ഒരൊറ്റ ബെഡ്ഷീറ്റിൻ്റെ പേരിൽ. ആ ഒരു ബെഡ്ഷീറ്റ് മാത്രമല്ല, മറ്റു പല കാരണങ്ങളുണ്ടായിരുന്നു. ആ ഒരു വീട്ടിൽ പലരും ചിരിക്കുന്നില്ല, സന്തോഷമില്ല, റൂം ശരിയല്ല, AC ഇല്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിൻ്റെ ഒപ്പം തന്നെ ഇവർ ആ ഒരു കല്യാണം കഴിഞ്ഞ് തിരിച്ച് ചെക്കൻ്റെ വീട്ടിലോട്ട് എത്തിയപ്പോഴത്തേക്കിന് അവരുടെ ആ ഒരു ബെഡ്റൂമിൽ ബെഡ്ഷീറ്റ് പോലും വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബെഡ്ഷീറ്റിൻ്റെ കേസിൽ അവർക്കത് ചെയ്യാമായിരുന്നു, പക്ഷേ ചെയ്തില്ല എന്നുള്ളത് ഇന്റൻഷനലി. ഓക്കെ, അവരിങ്ങോട്ട് കയറി വരികയല്ലേ, എന്നാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട എന്ന് അവർ ഇന്റൻഷനലി ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് തന്നെ ഞാൻ എൻ്റെ ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ പല ആളുകളും ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ അങ്ങനെയല്ല, അവരത് ചെയ്യേണ്ടുന്നൊരു കാര്യം തന്നെ, അത് ബേസിക് മര്യാദയാണ്. കാര്യം എന്ന് വെച്ചാൽ പല ആളുകളുടെയും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലൊരു അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. കാര്യം വീട്ടിൽ കയറി വന്നപ്പോൾ ബെഡ്ഷീറ്റ് ഒന്നും റെഡിയാക്കിയില്ല, റൂമൊന്നും റെഡിയാക്കിയിട്ടില്ല, അങ്ങനെ കുറേ സീനൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു റൂമിൻ്റെ ഒക്കെ കേസിൽ ഗ്ലാമി ഗാങ് പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ മുൻപ് ഗ്ലാമി ഗാങ്ങയുടെ പണ്ടത്തെ ആ ഒരു റൂം കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ സൈഡിലോട്ട് കൊടുക്കുക. അതിനുശേഷം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ ഒരു വീട് ഉണ്ടാക്കിയെടുത്തതും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ ഓരോ സ്റ്റേജിലൂടെ കടന്നു പോയേക്കുന്ന ഒരു വ്യക്തിക്ക് ഈ തീ കൊടുത്തത് വെയിലത്ത് പാടില്ല എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു റൂം ഒരിക്കലും ഗ്ലാമി ഗാങ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലും പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇട്ടേക്കുന്ന മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയുടെ ടൈറ്റിൽ ആൻഡ് തംബ്നെയിൽ ഞാനിങ്ങോട്ട് വായിക്കാൻ സുഹൃത്തുക്കളെ. ഒരു ഫസ്റ്റ് നൈറ്റ് അപാരത, അപ്പൂൻ്റെ വീട്ടിലെ ആദ്യ രാത്രി. സോ ഗൈസ്, ഒരു ഫസ്റ്റ് നൈറ്റിലായിട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇതൊരു ഇറ്റിജി വീഡിയോ ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ നേരെ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവസിയാണ്, അല്ലേ? അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് നൈറ്റ് എന്ന് ഇത് ഇടുമ്പോൾ ഞാൻ മുമ്പ് ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടുണ്ട്. ഒരുപാട് ആൾ ഇതുപോലെ ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വീഡിയോ ഷെയർ ചെയ്തേക്കുന്ന സംഭവങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഈ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്കകത്തുള്ള ചിഞ്ചുറാണിയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എന്താ പറയുക, എവിടേക്കോ നമുക്ക് അതിനായിട്ടുള്ള പല സിമിലാരിറ്റീസ് തോന്നുന്ന പോലെ ആയിരുന്നു എനിക്കത് കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോകാൻ സുഹൃത്തുക്കളെ. അതിന് മുന്നേ ഗ്ലാമി ഗാങ് പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഹായ് ഗൈസ്, ഞാൻ പല കമൻറ്റ്സ് കണ്ടു. ബെഡ്ഷീറ്റ് വിരിച്ചില്ല, തുണി കഴുകി തന്നില്ല, ഇതൊക്കെ ഒരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നില്ല. അപ്പുവിന് ചിക്കൻ പോക്സ് ആയിരുന്നു, കല്യാണത്തലേന്നാണ് പുറത്തിറങ്ങിയത്. സോ ഞാനാണ് പറഞ്ഞത് ഒന്നും ചെയ്യേണ്ടതെന്ന്. എനിക്ക് റൂം ഡെക്കോർ ചെയ്യുന്നതല്ല ഇമ്പോർട്ടൻസ്, അപ്പുവിൻ്റെ ഹെൽത്താണ്. ഞാൻ വന്നിട്ട് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് നൈറ്റ് റൂം ഒരുക്കാൻ അപ്പുവിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, ബാക്കിയുള്ളത് എൻ്റെ സൈഡാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവർക്ക് ഞങ്ങൾ രണ്ടും ഒരുപോലെയാണ്, ഞങ്ങൾക്കും കുത്തിത്തിരിപ്പ് വേണ്ടെന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരന് ചിക്കൻ പോക്സ് ആയിരുന്നു, ആ ഒരു റൂമൊക്കെ റെഡിയാക്കാനും കാര്യങ്ങളൊക്കെ ഒരു കാരണമായിട്ട് പുള്ളിക്കാർ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ അതിന് മുന്നേ ഇട്ടേക്കുന്ന ആ ഒരു വീഡിയോക്കകത്ത് പുള്ളിക്കാർ ഇട്ടേക്കുന്ന കമൻറ്റ്, ഒരാൾ ഇട്ടേക്കുന്ന കമൻറ്റ് റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോക്കകത്തും പറഞ്ഞിരുന്നു. ഞാൻ ഒന്നുകൂടെ ഇവിടെ അത് വായിക്കാം. എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം. അപ്പുവിൻ്റെ വീട്ടുകാർ ഒരുപാട് എഫേർട്ട് എടുത്തായിരിക്കും വീട് പെയിൻറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ടാവുക. ഗംഗയ്ക്ക് ഉള്ള പോലെ സപ്പോർട്ടിന് ഒരുപാട് ആളൊന്നും കാണില്ല ചിലപ്പോൾ. അവരെ കൊണ്ട് ആവും വിധം നീറ്റാക്കി കട്ടിലും പുതിയ മാട്രസും എല്ലാം ഒരുക്കി. ഒരുപക്ഷെ അതിന് തന്നെ ഒരുപാട് സമയവും പൈസയും മുടക്കിയിട്ടുണ്ടാകും. ആ ബെഡിൽ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചില്ല എന്ന് പറയുന്നത് അത്ര വലിയ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. സാധാരണക്കാരായ ഫാമിലി ആകുമ്പോൾ ഡെക്കറേഷൻ, പ്രസൻറ്റബിലിറ്റി, സർപ്രൈസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇമ്പോർട്ടൻസ് ഒരുപക്ഷെ കൊടുക്കില്ല. ന്യായീകരിക്കുന്നതല്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ ഇരിക്കില്ല എന്ന് തോന്നിയതാ. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഷെയറിങ് ദിസ് പെർസ്പെക്റ്റീവ്, ഇറ്റ് റിയലി മീൻസ് എ ലോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കമൻറ്റിന് റിപ്ലൈ ചെയ്തിട്ടേക്കുന്ന വ്യക്തിയായിരുന്നു. അതായത് അവിടുത്തെ കുറേ കോട്ടത്തിലൊക്കെ ആയിരുന്നു അവർ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിട്ടുപോയെന്ന് ഞാൻ ആ ഒരു പറഞ്ഞ പോലത്തെ ഒരു സംഭവം എന്നോട് കമൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ തൊട്ടിപ്പുറത്തെ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്ന പുള്ളിക്കാരന് ചിക്കൻ പോക്സ് ആയതുകൊണ്ടാണ് ഇത് വലുതായിട്ട് ചെയ്യാൻ പറ്റാത്തുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് കള്ളം പറയുകയാണോ ഇത്? അപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഗംഗ ചേച്ചി. ഞങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാ ദിവസവും അവിടെ വന്ന് അറ്റൻഡ് ചെയ്ത പോലെ യൂട്യൂബിൽ എല്ലാ ദിവസവും വീഡിയോസ് കണ്ടത്. അപ്പോൾ എല്ലായിടത്തും അപ്പുചേട്ടൻ ഡ്രൈവിംഗ് എല്ലാം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ആ ഇടയിൽ എപ്പോൾ ചിക്കൻ ബോക്സ് വന്നാലും ഒരു ദിവസം കൊണ്ട് മാറുമോ അത്? എനിക്ക് അറിയില്ല കേട്ടോ. അത് ഇത്രയും കാത്തിരുന്ന് കാണുന്ന ഞങ്ങളെ കൂടി പറ്റിക്കില്ല, നുണ പറഞ്ഞു പ്ലീസ്. അപ്പൂന് അസുഖമൊക്കെ ബാക്കി ആരുമില്ലായിരുന്നു ആ വീട്ടിൽ. പിന്നെ അത് വന്ന ആരുടെയും
അടുത്ത് വരാൻ പാടില്ല, ചേച്ചിയെ വീട്ടിൽ വന്നതും ഡ്രൈവ് ചെയ്തതും പർച്ചേസിങ്ങിന് വന്നതും ഒക്കെ ആരാ? പിന്നെ പുള്ളിയുടെ കാര്യം മറ്റേ കിംസ് ഹെൽത്ത് കെയറിൽ പോയി അന്വേഷിച്ച് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല, പുള്ളിക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും. അപ്പോൾ ഇതിനകത്ത് ഗ്ലാമിക ഇട്ടേക്കുന്നൊരു കമൻ്റ് ആയിരുന്നു. പക്ഷെ അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫസ്റ്റ് നൈറ്റ് ആണ് സുഹൃത്തുക്കളെ. നമുക്ക് കാണാം ഒരു ഫസ്റ്റ് നൈറ്റ് ലൈവായിട്ട് തന്നെ. അപ്പോൾ ഫസ്റ്റ് നൈറ്റിലെ വിഷ്വൽസിലോട്ട് പോകാം സുഹൃത്തുക്കളെ. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ അപ്പൂൻ്റെ വീട്ടിൽ ഫസ്റ്റ് രാത്രിയാണ് ഫസ്റ്റ് നൈറ്റ് നടക്കിയത്. അപ്പം അതിൻ്റെ ഒരു സംബന്ധിച്ച് നമ്മൾ വേറെ ഒന്നുമില്ല, ഞാനും മാളും അപ്പവും കൂടെ ഇപ്പം ഞങ്ങൾക്ക് റിസപ്ഷനിലാണ് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങാൻ പോയിരിക്കുന്നു. റിസപ്ഷനിൽ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അത് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇവർ റൂമൊക്കെ അടച്ച് പൂട്ടി ഇതാ പെട്ടിയൊക്കെ എടുത്ത് താഴെ വെച്ച് അതായത് ഇറക്കി വിട്ട് ഇപ്പം എന്നിട്ട് പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെന്തോ ഇതിനകത്ത് എന്തോ സർപ്രൈസൊക്കെ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ്. ഓക്കെ, അപ്പം എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്തായാലും ഇവർ എന്തൊക്കെ ഇവിടെ ചെയ്തതിൻ്റെ വീഡിയോ മീനാശി എടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് പോയി കണ്ടിട്ട് അടച്ച് കുറ്റിയിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം റൂമിൻ്റെ. മിററിലൊക്കെ നമ്മൾ ലൈറ്റ് ഇട്ട് പിന്നെ അതാ ഇവിടെ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ ഫോട്ടോസ് ഒന്ന് ഫൈനലി ടച്ച് ചെയ്യണം. പിന്നെ അതാ ഇത് അക്കുവിൻ്റെ ഐഡിയ ആണ്, അക്കുവിൻ്റെ മെയിൻ ഐഡിയ ആണിത്. ഏതോ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് ക്യാൻഡിൽസ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതെ കർട്ടനെല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഓരോന്നും. അതെ അതെ. പിന്നെ അതെ ഇതാണ് കട്ടിൽ. ഇപ്പോൾ റൂമൊന്നും റെഡിയാക്കിയില്ല എന്നൊക്കെയുള്ള ആളുകളുടെ പരാതികൾ മാറിക്കാണെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പം എന്താണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നിട്ട് അവർ അടിപൊളിയായിട്ട് തന്നെ റൂമൊക്കെ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു നെഗറ്റീവ് ഒന്നും വരാനുള്ള ഒരു ചാൻസ് ഒന്നുമില്ല. ആൾക്കാർ ഇതിനകത്ത് ഇപ്പം എന്താ പറയുക അടിപൊളിയായിട്ടൊക്കെ ചെയ്ത് കൊടുത്തില്ലേ. പക്ഷെ നിങ്ങൾക്ക് തെറ്റി. ആ ബെഡ്ഷീറ്റ് പ്ലാസ്റ്റിക്കിനെക്കാട്ടിലും ചൂടാ, ബോറ് ബെഡ്ഷീറ്റ്. എൻ്റെ വീട്ടിൽ മുളകും ഉണക്കുന്നതാണ് ഇത്. സ്വാഭാവികം, അതങ്ങനെ വരുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഈ റൂമൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തിടയ്ക്ക് അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള പാട്ടും മേളോ അങ്ങനെ കുറേ പരിപാടി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി ഇതിന് ശേഷമുള്ള കുറച്ച് സംഭവങ്ങളോട്ടാണ് നമ്മൾ പോകുന്നത്. ഇടയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ഈ വീഡിയോ കാണാൻ കേട്ടോ. ഇനി അങ്ങോട്ടുള്ളത് ചിലപ്പോൾ ഇച്ചിരി ചീച്ചിയായി മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നമുക്ക് നോക്കാം. ആ എടി ഇത് സെറ്റ് കേട്ടാ, ഇഷ്ടപ്പെട്ട്. ആ എടി ഇതൊക്കെ സെറ്റ് അടി കൊള്ളാം, നല്ല രസമുണ്ട്. തന്നെ അപ്പു ഓടിയിട്ട് അപ്പു ഫസ്റ്റ് നൈറ്റ് ബന്ധം വ്യക്തിയെന്ന് പറഞ്ഞ ഓടിക്കളഞ്ഞു. ഇത് നോക്ക് നോക്ക്, അമ്മു അപ്പു കൊള്ളാം. ഞാൻ പറഞ്ഞെന്താ ഈ പൂവിനൊന്നും ഇതുപോലെ ഞങ്ങളിപ്പം താഴോട്ട് വരും. ഇവിടെ അക്ഷരാഭ്യാസമുള്ള ഒരാളേ ഉള്ളൂ, എഴുതിയത് ഞാനാണ്. ഇവിടെ എല്ലാരും ഉണ്ട്, അക്കു അബി എല്ലാരും ഉണ്ട്. സെറ്റ് നല്ല രസമുണ്ട്, അടിപൊളി അല്ലേ. ഇനി ഇവിടെ കുറെ ചിരിപടർത്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരുപാട് നർമ്മം ഉള്ള, ഒരുപാട് ചിരി പടർത്താൻ ശേഷിയുള്ള ഒരുപാട് ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ. നമുക്കിനി അടുത്ത വിഷ്വൽസോട്ടോ. ഇനി ഇവരുടെ പാലുകുടിയാണ്. ഞാൻ ആക്ച്വലി ഇത് സിനിമയിൽ മാത്രമേ കണ്ടുള്ളൂ, നേരിട്ട് റിയൽ ലൈഫിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം, നോക്കാം എങ്ങനെയാന്ന്. കോലം കണ്ട പെട്ടെന്ന് കുടിക്കണം. എന്റെ മീനാക്ഷിയൊക്കെ ഒന്ന് കാണിക്കും. അപ്പുറത്ത് അമ്മമ്മ ഉണ്ട്. എനിക്ക് അലർജി പിന്നെ ഇപ്പൊ ഇവിടെ വീക്കും. എനിക്കിതുണ്ട് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ ഇവിടെയൊക്കെ നീരായിട്ട് വരും. ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ ഇടിച്ച് കലക്കിന്നാവും നാളെ. കട്ട കൊതിയായിട്ടാണ് ഞാൻ നിന്നത്. ഞാൻ കാണിക്കാം. കള്ളി കള്ളി അവരുടെ പാൽ അടിച്ചു മാറ്റി കുടിച്ച കളി. പിന്നെ കൊച്ചിന് ആഗ്രഹം കാണൂലേ, നാളെ ഒരിക്കൽ കല്യാണം കഴിക്കണോ, ഇതുപോലെ ആദ്യരാത്രി പാൽ കുടിക്കണം എന്നൊക്കെ ആഗ്രഹം കാണൂലേ. നേരത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ചിലപ്പം ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളതും ആവാം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് പബ്ലിക്കായിട്ട് ഇട്ടതുകൊണ്ട് മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. മൂന്നാമതൊരാൾ കൂടി ആ പാല് കുടിച്ചു എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ മറ്റേ മിസ്റ്റർ പൂഞ്ഞിക്കരയുടെ കൂട്ട് ഇവരുടെ നടുക്ക് കയറി കിടക്കണമെന്ന് മാത്രം പറയല്ലേ. പിന്നെ ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പാല് കുടിക്കുന്നതും പഴം കഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഫസ്റ്റ് നൈറ്റിനകത്ത് റൂമിനകത്ത് നിന്നല്ലേ ഈ പാല് കുടിക്കുന്ന ഈ ഒരു ഷെയർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അവരുടെ ഓരോ പ്രൈവറ്റ് മൊമെന്റ്സ് അല്ലേ. പിന്നെ പല ആളുകൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ ഒരു എൻജോയ് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ബട്ട് ആ ഒരു പ്രൈവറ്റ് മൊമെൻ്റ് ഒക്കെ പബ്ലിക്കാക്കി ഇടാനുള്ള ഒരു മഹാമനസ്കത നമ്മൾ കാണാതെ പോകരുത്. പിന്നെ ഇതിനകത്ത് പാലുകൂടി കഴിഞ്ഞു, ഇനി എന്താ നമുക്ക് നോക്കാം. പിന്നെ കണ്ണു കുത്തിയൊക്കെ കാണണേ, ആൾക്കാരൊക്കെ അടുത്ത് നിന്ന് മാറിയിരിക്കണേ, നമുക്ക് നോക്കാം. സോ ഗായ്സ്, അപ്പൊ അത്രേ ഉള്ളൂ. ഇറങ്ങി പോണം. ഞാൻ ചുമ്മാ പറഞ്ഞാ ഞങ്ങളിപ്പോ താഴോട്ട് പോകും ഗൈസ്. പക്ഷെ അപ്പു സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോ നിങ്ങൾ നിൽക്കണ്ടേ, പൊക്കോളൂ.
എന്തെങ്കിലും ഇവിടെ നിന്നാ മതി വാതിലിന്റെ സൈഡില്. അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്. ഓ എന്തിനാ വാതിലിന്റെ ഫ്രണ്ടിലാക്കണേ? ഉള്ളി കയറി കിടന്നൂടി. ഞാൻ പറഞ്ഞില്ലേ ചിരിപടർത്തിയാണ്, വേണേ കട്ടിലിന്റെ അടി കയറി കിടക്കാട്ടോ. ചുമച്ചാ വരെ ഞങ്ങള് സംഭവം വേറൊന്നുമില്ല. അതെ, ഒന്ന് ചുമച്ചാൽ വരെ കേൾക്കാൻ കാതോർത്ത് നിൽക്കുകയാണ്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് ആ റൂമിനകത്ത് മറ്റെന്തെങ്കിലും ശബ്ദം കേൾക്കൊന്നും അല്ല ആണോ. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവർ ഫ്രണ്ട്സ് ആ ഒരു രീതിയിലൊക്കെ വൈബിൽ പറഞ്ഞല്ലേ എന്നുള്ളത്. പക്ഷേ ഗൈസ്, ഇനി മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവിടെ ആ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചത് അവരല്ല സുഹൃത്തുക്കളെ, മറ്റ് 2 ആൾക്കാരാണ്. നമുക്ക് അതിലോട്ട് വരാം, ബാക്കി കേൾക്കാം. കള്ളലക്ഷണം. നാൻ വന്നു ചെക്കന് നാൻ വന്നു. അവൻ അവിടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ നിൽക്കുന്ന യുവ ദമ്പതികളുടെ മുന്നിൽ നിന്നുകൊണ്ട് കണ്ണും തുറന്ന് ഇങ്ങനെ വീഴ്ച നാണം വരൂല്ലേ. അപ്പൊ ഒന്നുകിൽ കണ്ണടച്ചിരിക്കണം, അല്ലെ വെളിയിലിറങ്ങി വാതിലടയ്ക്കണം. നൈസായിട്ടുണ്ട്. ഞാൻ കുറെ തവണ പറഞ്ഞു കൊള്ളാം, നിങ്ങൾക്ക് പോവാല്ല, പോണം, ഇറങ്ങി പോണം. പിന്നെ ഒന്നും വേണ്ട. ഓക്കെ അടി, 5 ലിറ്ററിന്റെ വെള്ളം ഒന്ന് എടുത്ത് തരൂ. 5 ലിറ്ററിന്റെ വെള്ളവും. പിന്നെ ഫസ്റ്റ് നൈറ്റ് ആണ്, ഇറ്റ്സ് എ ഹോട്ട് നൈറ്റ്, നല്ല ചൂടാണ്, ഷീറ്റൊക്കെ ഇട്ടൊക്കെയല്ലേ, അപ്പം അത്രയും ബുദ്ധിമുട്ടുണ്ടാവും, ഒരുപാട് വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. 5 ലിറ്റർ ഓക്കെ, ബാക്കി കേൾക്കാം. ഗ്ലാസ് വേണോ? വേണ്ട ഒന്നും വേണ്ട. ചൂടല്ലേ ചേട്ടാ, ഓർമ്മയുണ്ടല്ലേ? അതാണ് കിടക്കണ രാവിലെ. ഞങ്ങളൊന്ന് നോക്കാം. അതെ, ഇലയും പൂവ് അവരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊന്നും ഒരു ഇതള് പോലും മാറി കിടക്കില്ലെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് മാറിക്കിടക്കാതെ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അയാള് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ പൊക്കോളെ. ബൈ ബൈ. ഇവിടെ ഇരിടാ വിജയനെ ഒരു സ്റ്റൂൾ ഇട്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ചിരിപടർത്തികളാണ്. ചിരിപടർത്തികളുടെ ഈ നർമ്മങ്ങൾ ഇനിയും ഇവിടെ കൊണ്ടും തീരുന്നില്ല, ബാക്കി കേൾക്കാം. ഗൈസ് അവര് പൂട്ടി. ടിസ്റ്റ് എന്താണെന്ന് വെച്ചാ അവര് വിചാരിക്കും നമ്മളിപ്പോ ഇറങ്ങി ചെല്ലൂലാന്ന്. അല്ല, നമ്മളും അത് തന്നെ വിചാരിച്ചേ, പാലുകൂടി കഴിഞ്ഞല്ല ഉള്ളൂ, ഇനി ഇറങ്ങി വരാൻ കുറെ സമയം ഉണ്ടാവുന്ന ആൾക്കാർ വിചാരിക്കുന്നതിൽ അവരെ തെറ്റു പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഒറ്റയ്ക്ക് ചെയ്യാം. പക്ഷെ ചുമ്മാ കണ്ടോ വെളിയിൽ നിന്ന് പൂട്ടിക്കൊണ്ട് പറ്റിയ കൊട്ടിക്കൊട്ടിരിക്കാണ്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ അല്ല, അവര് സൂപ്പറായിട്ട്, അവര് ഭയങ്കര അതെ, അവര് സൂപ്പറായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അവര് അതുകൊണ്ട് വെമ്പൽ കൊണ്ടിരിക്കുകയാണ്, അവർക്ക് ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളവരായിരിക്കും. നിങ്ങൾ എന്തിനാണ് അവരെ വെളിയിൽ കിടന്ന് ഇങ്ങനെ തട്ടുന്നത്? പിറ്റേ ദിവസം വ്ലോഗ് എടുത്ത് നോക്കിയാൽ പോരെ, അവരെല്ലാം അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണിക്കാൻ അവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എന്താണ് ഇങ്ങനെ തട്ടി ഇരിക്കുകയാണ്? പിന്നെ എത്ര വലിയ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും കാര്യം നിങ്ങൾ ഇവരെല്ലാവരും സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ ചിരി പടർത്തുന്നത് ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ക്രിഞ്ച് അടിക്കും. പോയി ഇപ്പൊ താഴെ അവര് ബീച്ചൊക്കെ കൊണ്ട്, പിന്നെ അവര് കുറച്ച് പാട്ടൊക്കെ പാടി വൈബടിക്കാന്നൊക്കെ പറഞ്ഞിരിക്കണം. അപ്പൊ നമ്മളും അങ്ങോട്ട് പോവാല്ലേ? താങ്ക്സ്. ഇന്നുകൂടെ ചേർത്ത് ഇന്നുകൂടെ നമ്മൾ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 6 ദിവസം കംപ്ലീറ്റ് ചെയ്യും. എങ്കിൽ നമ്മൾ റിസപ്ഷൻ കഴിഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഇവിടെ പോവും, നെല്ലിക്ക തളമയ്ക്ക്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ പീരീഡ്സ് ആവാറായി, അതുകൊണ്ട് ഇനി ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഞങ്ങൾ പോയി. ഇപ്പോൾ ഇത് അവിടെ കൊട്ടിക്കൊട്ടി നിൽക്കുകയാണ് അവർ, സൈക്കോളെ പോലെ. ഞങ്ങൾ പോയി, ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ പോയി. അവരുടെ ആഗ്രഹമായിരുന്നു സെറ്റും മുണ്ടും വേണം, അപ്പൂൻ്റെ അമ്മേൻ്റെ കണക്കത്തെ ജുമുക്ക ഇതൊക്കെ വേണമെന്നുള്ള. ഇവിടെ ടൈം സ്റ്റാമ്പ് ചെയ്ത് ഇവിടെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ, നോക്കടാ അവൻ്റെ ഗ്യാസ് പോയി, ഒറിജിനൽ ക്യാരക്ടർ പുറത്ത് വന്നു, ശരിയാട്ടോ, പെട്ടെന്ന് ഫേസ് ചേഞ്ച് ആയാലും എന്നുള്ളതിൽ അങ്ങനെ കുറച്ച് കമൻറ്റ്സ് ഉണ്ട്. ഏകദേശം ഒരു 10-20-30 മിനിറ്റുള്ള ഈ ഒരു വീഡിയോ വെച്ചിട്ട് ഒരാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ മാറിയത് അതങ്ങനെ ജഡ്ജ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഗ്ലാമികങ്ങ ഇവരാണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാരോട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് ഒരു ചിരി മാറിയാലോ ഒരു നോട്ടം മാറിയാലോ ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും, അത് വെച്ച് ആളുകൾ ജഡ്ജ് ചെയ്യും, എന്നിട്ട് പല കാര്യങ്ങളും ആൾക്കാർ പറയും. സോ ഇത് ആൾക്കാരുടെ ഓരോരോ സാധനം ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഓരോരോ സാധനങ്ങളും പറയുന്നത്. സോ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടുന്ന പല സാധനങ്ങളും പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ബെറ്റർ ഫോർ യു. ബാക്കി കേൾക്കാം. എന്താണെങ്കിലും ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയി. പക്ഷെ ഇവരെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചില്ല സുഹൃത്തുക്കളെ, മറ്റു പലരുമാണ് ആഘോഷിച്ചത്, നമുക്ക് കാണാം. ഞങ്ങളെ ഇന്നലെ എല്ലാവരും കൂടെ താഴെ ഡാൻസും ബഹളമെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ തിരിച്ചു കയറി വന്നപ്പോൾ ഞങ്ങളുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട്, റൂം ഡെക്കറേറ്റ് ചെയ്ത് വരുന്ന ഫസ്റ്റ് നൈറ്റൊക്കെ ആഘോഷിച്ചിട്ട് അങ്ങനെയുണ്ട്. അരയേറി കിടന്ന് ഉറങ്ങി. ഞാനും അപ്പും കൂടെ ഇവിടെ കിടന്നു. നിങ്ങൾക്ക് വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം. ഞങ്ങളെ ഫസ്റ്റ് നൈറ്റ് അല്ല, കണ്ടാ ഇവർ രണ്ടുകൂടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചത്, മാളും ഹരിതയും കൂടെ. കാരണം ഇവർ തന്നെ ഉറങ്ങിയിട്ട് കുറേ ദിവസമായി, നമ്മളെപ്പോലെ തന്നെ. ഇവർ പിന്നെ ഒരു ദിവസം എക്സ്ട്രാ ഉറങ്ങി എന്ന് പറയാം.
ഞാൻ ഉറങ്ങട്ടെ. വളരെ നല്ലൊരു കാര്യം തന്നെയാണ് സുഹൃത്തുക്കളെ ചെയ്തേക്കുന്നത്. ഫ്രണ്ട്സ് വന്നു, ആ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തു. അവർ അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബിലെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ആ ഒരു പുറത്തൊക്കെ ആദ്യം കുറേ ചിരിപടർത്തികളായിട്ട് മാറി അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തെങ്കിലും പിന്നീട് ഈ കാണിച്ചേക്കുന്നൊരു പരിപാടിയോട് നിങ്ങൾ എത്ര പേര് യോജിക്കാൻ പറ്റുന്നുണ്ട്? പേഴ്സണലി എനിക്കിത് എന്താണെങ്കിലും ഇത് കണ്ടിട്ട് ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഓക്കെയാണ്, പക്ഷെ ഓവർ ആകുമ്പോഴത്തേക്കും നമുക്ക് ക്രിഞ്ച് അടിക്കും. ഇതിനകത്ത് എന്തിൻ്റെ പേരിലാണെങ്കിലും ആ ഒരു റൂമിനകത്ത് കിടന്നു പൊക്കോട്ടെ, പക്ഷേ അവിടെ ചെക്കനെയും പെണ്ണിനെയും തറയിൽ കിടത്തിയിട്ട് ഇവർ കയറി മോളിൽ കിടന്നു. എന്താണ് ഇവിടെ നടക്കുന്നത് സുഹൃത്തുക്കളെ? ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ഇവരുടെ മൂന്നാമത് പാല് കുടിച്ച വ്യക്തി ആരാണെന്നും ഇവരെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചത് എങ്ങനെയാണെന്നും ഇത് വളരെ കൃത്യമായിട്ട് നമ്മളിലോട്ട് എത്തിയത് എങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലൂടെയാണ് സുഹൃത്തുക്കളെ. ഇതിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ കാണില്ലായിരുന്നു സുഹൃത്തുക്കളെ. അവിടെയാണ് പ്രൈവസി. നമുക്ക് പ്രൈവസി വേണ്ട സുഹൃത്തുക്കളെ. നമുക്കിനി ബാക്കി കാണാം. അത്രേ ഉള്ളൂ. ഈ ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി തന്നിട്ട് ഇവർ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചു. സങ്കടമൊന്നും ഇല്ലല്ലോ അല്ലേ? അതറിഞ്ഞാൽ മതി. പിന്നെ എവിടേക്കോ എനിക്കൊരു ചിഞ്ചുറാണി വൈബ് അടിക്കുന്നുണ്ട്. സോ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഡേ? അയ്യോ അങ്ങനെയാണോ? മെഡി ഇന്നലത്തെ ഡേ നശിപ്പിച്ച മീനാശിക്കാന്ന്. ഞാൻ പറയാം ഇവര് ചൊറിയാണ് പരസ്പരം എപ്പോഴും. ഞാൻ പറയാം ഇങ്ങനെയൊന്നുമല്ല, ഇവർ അടിപൊളിയായിട്ട് ആ റൂം ഒരുക്കി തന്നു. അത് ഇവർ അത്രയും നേരം നിന്ന് എനിക്കൊരു 2, 3, 4 മണിക്കൂർ ഒരു വൈബും ആ ഒരു ഭയങ്കര എഫേർട്ട് ഇട്ട് ഉള്ളത് വെച്ചിട്ട് എന്നിട്ട് അവർ പോയി വാങ്ങിയൊക്കെ ചെയ്ത് അടിപൊളിയാക്കി സെറ്റാക്കി തന്നു. അത് നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. എന്താണെങ്കിലും ചിരി പടർത്തിയ സുഹൃത്തുക്കളെ, നിങ്ങൾ അടിപൊളിയാണ്, സൂപ്പറാണ്, കിടിലമാണ്. നിങ്ങൾ അത്ര എഫർട്ടൊക്കെ ഇട്ടാണ് ആ ഒരു ഡെക്കറേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇവർ ഇപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ ഭയങ്കര ഓവറാകുന്ന പല കാര്യങ്ങളും ഭയങ്കര ക്രിഞ്ചായിട്ടാണ് ഉണ്ടാവുക. ആൻഡ് ഞാൻ ഇവരുടെ നേരത്തെ വെറുതെ ഞാൻ പറഞ്ഞതാണ് ഈ പറഞ്ഞ പോലെ ഇവർ ഇനി മറ്റേ മിസ്റ്റർ പൂഞ്ഞിക്കരുടെ കൂട്ടി ഇടയ്ക്ക് കയറി കിടക്കണമെന്ന് പറയുന്നത്. പക്ഷേ അവരെ പിടിച്ച് താഴെ കിടന്നിട്ട് അവർ കയറി മേളിൽ കിടന്നു. അത് സൂപ്പറായിട്ട് ബ്യൂട്ടി ആയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങളെല്ലാം ആൾക്കാരോട് എത്തി എന്താണ് ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഒക്കെ ഓക്കെ, പക്ഷേ ഈ ഫസ്റ്റ് നൈറ്റിൻ്റെ ഒക്കെ സംഭവം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് മൂമെന്റ്സ് അല്ലേ. ആൻഡ് ഇനി ഇതിനകത്തൊന്ന് വേറെ 2-3 കമൻസ് കൂടെ ഞാൻ ഇങ്ങോട്ട് വായിക്കാം. എന്താണ് ഓൺലൈൻ മീഡിയാസിനെ വിളിക്കാത്തതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് സ്റ്റോറി ഇട്ടത്. അപ്പുവിനെയും അപ്പുവിൻ്റെ വീട്ടുകാരെയും നെഗറ്റീവ് കമൻസ് ബാധിക്കൂലേ? എന്നിട്ട് നീ ഇപ്പോൾ എന്താ ചെയ്തേ? അവരെ പിച്ച് ചീന്താൻ ഉള്ള വീഡിയോസ് ആൻഡ് കണ്ടന്റ് തന്നെത്താനെ ഇറക്കുന്നുണ്ടല്ലോ. നിന്റെ ഉദ്ദേശം ഒന്നും മാത്രമേ ഉള്ളൂ മോളെ, പണം. അതിപ്പോൾ സ്വന്തം ഭർത്താവിനെ 4 ആൾ ഇകഴ്ത്തി പറഞ്ഞിട്ടാണേലും കണ്ടന്റ് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കണം. നീ എന്താ കാർത്തിക് സൂര്യ ഓൺലൈൻ മീഡിയാസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് റിസപ്ഷന് ഓൺലൈൻ മീഡിയ ഇടുന്നത് മുൻപ് താൻ ഇട്ടു, അവർക്ക് അങ്ങനെ കണ്ടന്റ് പോകണ്ട എന്ന്. നിന്റെ മുഖം മൂടി അവിടെ പൊളിഞ്ഞു. നിനക്ക് നിന്റെ വേണ്ടപ്പെട്ടവരുടെ പ്രൈവസി ഒന്നുമല്ല. എത്ര കണ്ടന്റ് എത്ര വ്യൂസ് കിട്ടുമോ അത് ആർക്കും പങ്കുവെക്കാതെ തനിക്കെല്ലാം കിട്ടണം. പൈസയോടുള്ള ആർത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ കമൻസ് ആർട്ടിഫിഷ്യലാണ് സംസാരിക്കുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലൈഫിൽ കുറച്ചെങ്കിലും പ്രൈവസി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻസും വരുന്നുണ്ട്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ ഈ പ്രൈവസിയൊക്കെ എക്സ്പോസ് ചെയ്ത് കണ്ടന്റ് ഇടുന്നത് ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷേ അങ്ങനെ ഇടുമ്പോഴത്തേക്കിന് ബാക്കി ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവരുടെ ഇപ്പോൾ മറ്റേ പാല് 3ാമതൊരാൾ കുടിച്ചതും ഇവരുടെ ഫസ്റ്റ് നൈറ്റിൽ ഇവരല്ല വേറെ ആൾക്കാരാണ് കയറി കിടന്നെന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മളോട്ട് എത്തിയത് ഇവരുടെ ഈ ഒരു വീഡിയോ ത്രൂ ആണ്. ആൻഡ് ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, എനിക്ക് മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയ്ക്കകത്തുള്ള ചിഞ്ചുറാണിയുടെ ഒരു ലൈറ്റ് വെർഷൻ പോലെയാണ് ഇതിനകത്തുള്ള പല കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ഇതിനകത്ത് ഗൈസ് ഫസ്റ്റ് നൈറ്റിലാണെങ്കിൽ ഞങ്ങൾക്ക് ദാണ്ട് ഇങ്ങനെയായിരുന്നു ഗൈസ്, ഇവരിവിടെ കയറി കിടന്നു ഗൈസ്. എന്താണെങ്കിലും ഞാൻ നിങ്ങളെ ആരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഇനി ഇതുപോലെയുള്ള ഫസ്റ്റ് നൈറ്റിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ ഇടണമെന്ന് തോന്നുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഇട്ടുള്ളൂ. നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇടുമ്പോഴാണ് നമ്മളെപ്പോഴുള്ള ആളുകൾക്ക് കണ്ടന്റുകൾ ഉണ്ടാവുന്നത്. ആൻഡ് ഞാൻ എപ്പോഴും പറയുന്നു, ഇതൊക്കെ എത്ര കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈവസിയുടെ കാര്യം മറക്കാണ്ടിരിക്കുക. ലാസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ നമുക്കൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും. സോ അത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എന്തായാലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.